ബിജെപിയുടെ പുതിയ പരിപാടി കലിംഗ സംവാദം. ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കല്ലുള്ള കുറേ പേർ ചേർന്ന് കലിംഗിന്റെ പുറത്ത് കയറിയിരുന്ന് പാവപ്പെട്ട ജനങ്ങളെ നാണം കടത്തുന്ന ഒരു പരിപാടി. അത് നിങ്ങൾ കൊച്ചുവേലായുധൻ ചേട്ടന്റെ സങ്കടം കണ്ടു കാണും. വളരെ വിഷമായി. ഒന്നും ചെയ്തില്ല. കാറ്റത്തും മഴയത്തും തകർന്ന് വീട്ടിൽ കിടക്കാൻ കഴിയാതെ അവർ ഇപ്പോൾ താമസിക്കുന്നത് നേരെ മുൻവശത്തുള്ള ഒരു തൊഴുത്തിലാണ്. തമ്പ്രാന്റെ ഈ പ്രഹസന പരിപാടി ഉണ്ടെന്നറിഞ്ഞ് അദ്ദേഹം എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞ് ഒരു നിവേദനമായി അദ്ദേഹത്തിന്റെ മുന്നിലെത്തുന്നത്. ആ നിവേദനം അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ തമ്പ്രാൻ പറഞ്ഞ മറുപടി നിങ്ങൾ ഏവരും കേട്ട് കാണും. ആ നിവേദനം സ്വീകരിക്കാനുള്ള മനസ്സുപോലും ഇല്ലാത്ത ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പാവങ്ങളെ വിളിച്ചു കൂട്ടുന്നത്? അത് വിവാദമായപ്പോൾ അദ്ദേഹം ഇതിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ അദ്ദേഹം നൽകാറില്ല അത്രേ. അടുത്ത ദിവസം വീണ്ടും അത് തിരുത്തപ്പെട്ടു. വേലായുധൻ ചേട്ടനിൽ നിന്ന് അപേക്ഷ വാങ്ങാത്തത് എന്റെ തെറ്റായിരുന്നു എന്ന്. മണിക്കൂറുകൾ കൊണ്ട് നിറം മാറാൻ ഇദ്ദേഹം ഓന്താണോ? സ്ഥായിയായ ഒരു മറുപടി അദ്ദേഹത്തിനില്ലേ? ഇതുകൊണ്ടും തീർന്നില്ല. മുഖ്യമന്ത്രി അടുത്ത് പോയി വീട് പിടിച്ചെടുത്ത കാശ് അപ്പോൾ അവർ ചോദിക്കുകയാണ്, അപ്പോ അങ്ങ് ഞങ്ങളുടെ മന്ത്രിയല്ലേ? ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ലേ? ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഇത് ഏത് ഊളെന്ന് തന്നെ ഇയാളെ പറയണം. പിന്നെ എന്തിനാണ് ഈ അയാൾ മന്ത്രി, ഈ ഇവിടുത്തെ മന്ത്രി അല്ലെങ്കിൽ പിന്നെ എന്തിനെടുക്കാനാണ് ഇവിടെ വന്നിരുന്നത് അയാൾ ഈ ആളുകളെ വിളിച്ചുകൂട്ടി നാണം കെടുത്തുന്നത്? അല്പമെങ്കിലും ഉളുപ്പുണ്ടോ അയാൾക്ക്? ആ അമ്മ വിളിച്ചിട്ടാണോ താങ്കൾ അവിടെ വന്ന് അല്ലെങ്കിൽ ഇരിക്കുന്നത്? അല്ലെങ്കിൽ പൊതുവെ അങ്ങേർക്ക് വയസ്സായവരെയൊന്നും പിടിക്കുകയില്ല. അയാൾക്ക് നല്ല ടിപ് ടോപ്പായിട്ട് ദേശവിധാനങ്ങളൊക്കെ ചെയ്ത മനുഷ്യരെ മാത്രം ഇഷ്ടപ്പെടുള്ളൂ തമ്പുരാന്. അങ്ങനെ ഇങ്ങനെ ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞ കാരണം ഞാനത് ഒരു സന്ദേശത്തിന്റെ പുറത്ത് നിന്ന് ചോദിച്ചതാ. പക്ഷെ ആള് നല്ലൊരു വാക്ക് പറയായിരുന്നു. എന്നോട് ഒരു വിഷമം എനിക്കുണ്ട് പുള്ളിയോട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സാധാരണക്കാരായ പാവം ജനങ്ങൾ അദ്ദേഹത്തിന് ചെന്ന് കാണരുത്. നിങ്ങൾ അവിടെ വെച്ച് നാണം കെടുത്തി കളയും. എന്തിനാണ് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ പോകുന്നത്? എന്നിട്ട് അയാളുടെ മനോഭാവം അയാൾ തന്നെ പറയുകയാണ്. ഇയാൾ നാട്ടാമ കളിക്കുകയാണ്, തമിഴ്നാട്ടിൽ നടക്കുന്ന നാട്ടാമ കളിക്കാനാണ് ഇദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്. ആ രീതി അയാൾ ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് അയാളുടെ കലിംഗ സംവാദം. നല്ല പിട കൊടുത്ത് ഓടിക്കാനുള്ള സമയം കഴിഞ്ഞു. ഇനി എല്ലാ സംഖ്യകളും എന്റെ മേലിൽ കുതിര കയറാൻ വരണ്ട. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ തമിഴ് സിനിമയിലാണ് നാട്ടാമൈ എന്ന് പറയുന്ന സിനിമയിലുണ്ട് പഞ്ചായത്ത്, ഘട്ടപഞ്ചായത്ത് എന്ന് പറയുന്നത്. അത് നാട്ടിലെ പ്രമാണിമാർ 10 പേര് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അനുസരിക്കും, ചെവി കൊടുക്കും, ഹൃദയം കൊടുക്കും എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ ഇരുന്ന് ചില വിഷയങ്ങളൊക്കെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകാതെ ഒതുക്കി തീർന്നു. കഴിഞ്ഞുപോയ സമ്പ്രദായങ്ങൾ കഴിഞ്ഞു പോയത് തന്നെയാണ്. പുതിയ രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും ആരും ശ്രമിക്കേണ്ട. ബാങ്കിന്റെ ആളുകളെ കണ്ടു, എനിക്ക് കാശ് കിട്ടി, വളരെ സന്തോഷമായി. കണ്ടറ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയതായിരുന്നു. കൊച്ചുവേലായുധന്റെ വീടെന്ന സ്വപ്നം പൂവണിയാണ്. അദ്ദേഹത്തിന്റെ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ്. CPM നേതൃത്വം നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് തറക്കല്ലിട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള CPM നേതാക്കൾ നേരിട്ടെത്തി പങ്കെടുത്തുകൊണ്ട് ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്ന ദൃശ്യങ്ങളാണ് ഹർഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.